അന്നേ എനിക്കറിയാം ഫിറോസ് ജലീല് എന്തെങ്കിലും വന്നിട്ട് പറയുന്നത് അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ജലീൽ എന്തൊക്കെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ ഉണ്ടാവും. അല്ല, ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇടപെട്ടത് കൊണ്ടാണ് ഡൽഹിയിലെ ആപ്പീസ് ഇങ്ങനെങ്കിലും ആയത്. അല്ലെങ്കിൽ ആ 4 കാലുമ്മേ ഒരു പച്ചപ്പെയിൻ്റ് അടിച്ചെങ്ങാണ്ട് മെല്ലെ നമ്മൾ ഈ സൈക്കിൾ അഭ്യാസത്തിലുണ്ടല്ലോ പണ്ട് ആണ് പെണ്ണിൻ്റെ വേഷം കെട്ടുക എന്ന മാതിരി വേഷം കെട്ടിയിട്ട് ആപ്പീസ് എന്ന് പറഞ്ഞെങ്ങാണ്ട് അവർ ചെയ്യുമായിരുന്നു. ബാക്കി പൈസ മുഴുവൻ മുക്കുമായിരുന്നു. അത് മുക്കാതെ 4 ആൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഈ പഹപട ഉണ്ടല്ലോ എന്നുള്ള നിലക്ക് കരുതിയിട്ട് തന്നെയാണ് ഓല ആ പൈസ അവിടെ മുടക്കിയത്. ഞാൻ ഇടപെട്ടതിന് കാര്യം ഉണ്ടായിട്ടുണ്ട്, യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ പിന്നെ വയനാട്ടിലെ പ്രശ്നം 1,22,000 ആണല്ലോ. ഈ തൊലിച്ചയാൾ എവിടെയിരുന്നു ഈ ഭൂമി എടുക്കുമ്പോൾ? അതിന് എത്ര ഇക്കാരം ആദ്യം പിന്നെ ഉണ്ടായിട്ടുണ്ടാവുക? 5,000 റുപ്യ 6,000 റുപ്യ ഭൂമി. ആ 6,000 റുപ്യയുടെ ഭൂമിയാണ് ഇപ്പോൾ 1,22,000 എടുത്തേക്കണ്. മലയാളം സർവകലാശാലൻ്റെതല്ല ആദ്യം നോക്കേണ്ടത്. ഈ എത്തിമക്കളെ പേരിൽ പിരിച്ച പൈസ ഉണ്ട്, ഈ പാവപ്പെട്ട മനുഷ്യന്മാരുടെ പേരിൽ. ആ പിരിച്ച പൈസയാണ് 1,22,000 സെൻറ്റിന് കൊടുത്തത്. അത്ര വില അവിടെ ഉണ്ടോ? അവിടുത്തെ വക്കീൽ തന്നെ പിന്നെ പരസ്യമായിട്ട് വന്നിട്ട് വെല്ലുവിളിച്ചില്ലേ, ഇതിനേക്കാളും എത്രയോ കുറച്ച് ഞാൻ പൈസ പിന്നെ എടുത്തു തരാം ഇതുപോലുള്ള ഭൂമിയാണെങ്കിൽ എന്നുള്ളത്. അപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ പിന്നെ വീടുണ്ടാക്കുകയാണ്. സെക്രട്ടറി നോട്ടീസ് കൊടുത്തിരിക്കുക, പഞ്ചായത്ത് സെക്രട്ടറി സയ്യിദ് സാദിഖ് അലി ശിഹാബങ്ങൾക്ക് നോട്ടീസ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അല്ല, തോട്ടഭൂമി പറഞ്ഞാൽ സബ് ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം പിന്നെ വാങ്ങിയിട്ട് വീടിൻ്റെ തറ നിങ്ങൾ എന്തുകൊണ്ടാണ് വെക്കുന്നത്, നിർമ്മാണ പ്രവർത്തികൾ എന്താണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്തിരിക്കുക. ഒരാഴ്ച അനുവാദം കിട്ടിയിട്ടില്ല, ഒരാഴ്ചക്കുള്ളിൽ മറുപടി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതിരിക്കാൻ ഒരാഴ്ചക്കുള്ളിൽ മറുപടി കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിങ്കളാഴ്ചയാണ് പിന്നെ നാളെയാണ് ആ പിന്നെ ദിവസം പൂർത്തിയാവുന്നത്. എന്താ മറുപടി കൊടുക്കാൻ നോക്കാമല്ലേ നമുക്ക്? ഈ തട്ടിപ്പും തരികിടയായിട്ടും ഞങ്ങളല്ല നടക്കുന്നത്. നമ്മളെന്താ പറഞ്ഞത്? ഈ ഭൂമി നല്ല ഭൂമിയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി കത്ത് കൊടുക്കുമോ? ഇല്ലല്ലോ. ചെലവാക്കിപ്പിക്കും. ഞാനത് ഗുജറാത്ത് പിന്നെ കലാപവുമായി ബന്ധപ്പെട്ട് പിരിച്ച പൈസ ചെലവാക്കിച്ച് തുടങ്ങിയതാണത്. 2 കൊല്ലം കഴിഞ്ഞിട്ടും ആ പൈസ 10 പൈസ ചെലവാക്കിയിരുന്നില്ല. അപ്പോഴല്ലേ നമ്മൾ ചോദ്യം ചെയ്തത്. അങ്ങനെയാണ് അവസാനം ഒരു ഷീറ്റിട്ട കുറച്ച് പിന്നെ ക്വാർട്ടേഴ്സ് പോലുള്ള സാധനം അവിടെ പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അത് ഇംദാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ അറബി പേരായിട്ട് എന്താണെന്നുള്ളത് മറ്റവർക്ക് മനസ്സിലാവരുത്, വേറുള്ള ആൾക്കാർക്ക്. ഹദിയ ഇപ്പം ഇംദാദ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു പിരിവായിട്ട് ഇറങ്ങിയിരിക്കണം. ഇങ്ങനെ പിരിച്ചിട്ട് മനുഷ്യന്മാരെ ഇടങ്ങറാക്കുന്ന ഒരു പാർട്ടി ഞാൻ കണ്ടിട്ടില്ല. ഇംദാദ് അറബി വാക്കാണ് അത് എന്നാ തോന്നുന്നത്. എന്താണ് സഹായം എന്നാണ് ഇംദാദ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അതെ, 10 കൊല്ലം പുറത്ത് നിന്നു എന്നുള്ളതിന് ഈ പിന്നെ പാർട്ടി പ്രവർത്തകരുടെ നെഞ്ചത്തേക്ക് കയറില്ല. ഓലെ പിന്നെ ഇതിൽ പിന്നെ കൈയിട്ട് മാന്തല, ഓലെ പോക്കറ്റിൽ കൈയിട്ട് മാന്തല, അതല്ലല്ലോ ചെയ്യേണ്ടത്. നാഷണൽ യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് ഇപ്പോൾ പിരിവിനിറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ദേശീയ തലത്തിൽ യൂത്ത് ലീഗ് സംഘടിപ്പിക്കാനാവും, അതും പറഞ്ഞിട്ടായിരിക്കും. ഇനി ഒരാളെ പേർക്ക് കൂട്ടാൻ പറ്റൂല. ഈ പൈസ എത്ര കോടികളോല് പിരിച്ചാലും ദേശീയ തലത്തിൽ. ദേശീയ കമ്മിറ്റിന്റെ അക്കൗണ്ടിലാണ് ഓഫീസിന്റെ പൈസ പെട്ടത്. അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല. ആര്? ദേശീയ കമ്മിറ്റിയുടെ അല്ല. പിന്നെന്തിനാ ഫിറോസിനെതിരായിട്ട് അന്വേഷണം പിന്നെ കോടതി പ്രഖ്യാപിച്ചത്? കുന്നമംഗലം കോടതി. കുന്നമംഗലം കോടതി എന്തിനാണ് പിന്നെ അന്വേഷണം പ്രഖ്യാപിച്ച് ഉത്തരവിട്ടത്? ആ ഉത്തരവിനെതിരല്ലേ ഹൈക്കോടതി പോയിട്ട് സ്റ്റേ വാങ്ങിയത്.